പോലീസിന്റെ അന്വേഷണം, പോലീസ് UDFന്റെ പോലീസൊന്നുമല്ലല്ലോ, ഞങ്ങളാരും അല്ലല്ലോ പോലീസിനെ ഭരിക്കുന്നത്, ഇടതുപക്ഷല്ലേ. ഇടതുപക്ഷ സർക്കാരിന്റെ പോലീസ് അന്വേഷിച്ച് ഇടതുപക്ഷ പ്രവർത്തകരിൽ നിന്നാണ് ആ പ്രയോഗം വന്നത് എന്ന് ഇന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു. രേഖാപരമായി പോലീസിന്റെ കയ്യിൽ അതിനുള്ള എല്ലാ വസ്തുതകളും ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അപ്പോൾ പോലീസിന്റെ അഭിപ്രായം അംഗീകരിക്കണോ അതല്ല CPMന്റെ ലോക്കൽ കമ്മിറ്റിയുടെ അഭിപ്രായം അംഗീകരിക്കണമോ? ഏതാണ് അംഗീകരിക്കേണ്ടത്? ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായ സംവിധാനത്തിന്റെ ഭാഗമാണ് പോലീസും കോടതിയും ഒക്കെ. ആ പോലീസിന്റെ തെളിവുകൾ, പോലീസിന്റെ അന്വേഷണ തെളിവുകൾ വിശ്വസിക്കാൻ സാധിക്കാത്ത നാടല്ല കേരളം, അല്ലെങ്കിൽ നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ പോലീസിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മളെല്ലാം ജീവിക്കുന്നതും പോകുന്നതും. അവരുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിനെയാണ് ഞങ്ങളൊക്കെ ആശ്രയിക്കുന്നത്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഈ പരാമർശം വന്നത് എന്ന് വ്യക്തമാണ്. ആ വ്യക്തത മാറ്റിമറിക്കാനൊന്നും ഒരാളുകൾക്കും ഒരു ഇടതുപക്ഷത്തിനും സാധിക്കില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾ അതിനുവേണ്ടി അവസാനത്തെ തുള്ളി രക്തം ചൊരിയേണ്ടി വന്നാലും ഞങ്ങൾ അതിനുവേണ്ടി പോരാടും എന്ന് ഞാനിവിടെ പ്രഖ്യാപനം നടത്തുകയാണ്. ഇല്ല, കേസെടുക്കണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് അവർക്കെതിരെ, ഈ പറയുന്ന ആളുകൾക്കെതിരെ കേസെടുക്കണം. അതുപോലെ തന്നെ അത് അട്ടിമറിക്കാൻ ശ്രമിച്ച ആളുകളെയും കണ്ടെത്താൻ പോലീസ് ശ്രമിക്കണം. ആ നിലവിലുള്ള സത്യാവസ്ഥ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരാണ്, അതിന്റെ പിറകിൽ ആരൊക്കെ, അതുകൂടി കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നേതാക്കൾ അറിയാതെ അങ്ങനെ ഒരു സാധാരണഗതിയിൽ CPMന്റെ ഈ സർക്കിളിൽ നിന്ന് ഒരിക്കലും മറ്റൊരു കമന്റ്സ് വരില്ല. അതുകൊണ്ട് അത് വിത്ത് നോളജ് ഓഫ് പാർട്ടി ലീഡർഷിപ്പ്, ഒരു സംശയവും വേണ്ട, തർക്കവും വേണ്ട. ഞങ്ങൾ അതാണ് ഞങ്ങളെ വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അതെ, ലതിക ആരാ? ലതിക CPMന്റെ ആളല്ലേ. ആ CPMന്റെ ആള് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് CPMന്റെ നേതാക്കൾ തന്നെ പറയുമ്പോൾ പിന്നെ ഇവിടെ ആർക്കാ സംശയം? ഇതാരാണ്, എന്താണ് ഇതിന്റെ പിറകിൽ ആരാണ് എന്ന് ആർക്കെന്തിന് സംശയം? വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 6 മാസത്തിനകത്ത് നടക്കണമെന്നാണ്. ദുരന്ത പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ഞങ്ങൾ പാർട്ടി തലത്തിൽ ചർച്ച നടത്തിയിട്ടില്ല. ചർച്ച നടത്തിയിട്ട് മാത്രമേ ഞങ്ങളൊരു തീരുമാനമെടുക്കുള്ളൂ. പക്ഷേ പ്രതികൂല കാലാവസ്ഥയിൽ ഒരു ഇലക്ഷൻ നടത്തുക, പ്രത്യേകിച്ചും ഇത്രയും ദുരന്തം സംഭവിച്ച ഒരു പ്രദേശത്ത് ഒരു ഇലക്ഷൻ നടത്തുക എന്ന് പറയുന്നത് അതൊരു ഗുണകരമായ തീരുമാനമാവില്ല എന്നാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം. ഞാൻ എല്ലാ തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി ചർച്ച ചെയ്യും, തീരുമാനമെടുക്കും.